എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് നമുക്കേ മീനില്ലാതെ മീൻ കറിയുടെ അതേ ടേസ്റ്റിൽ നല്ലൊരു കറി തേങ്ങ അരച്ച് തയ്യാറാക്കി എടുക്കാം കേട്ടോ. മീൻ കിട്ടാത്ത സമയങ്ങളിലൊക്കെ ഇതേപോലെ പെട്ടെന്നൊരു കറി ഉണ്ടാക്കിയാൽ അത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ സൂപ്പറാണ്. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫുള്ളായിട്ടൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കട്ടെ. നമുക്ക് കറി തയ്യാറാക്കാം. അതിനായി കോവയ്ക്കാണ് കേട്ടോ വേണ്ടത്. കോവയ്ക്ക കഴുകി വൃത്തിയാക്കി എടുത്ത് ഇതേപോലെ 4ആയിട്ട് കട്ട് ചെയ്യണം. വലുതായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തത്. ഇനി നമുക്കത് ചട്ടിയിലോ അല്ലെങ്കിൽ ഒരു പാനിലേക്കോ ഇട്ട് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് ഒരു ചെറിയ തക്കാളി, ചെറിയുള്ളിയും ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തതും, ഒരു വെളുത്തുള്ളി അല്ലിയും കുറച്ച് പച്ചമുളകുമാണ് കേട്ടോ. പച്ചമുളകും ചെറിയുള്ളിയും കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും കൂടുതൽ വേണ്ട കേട്ടോ. ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ കല്ലുപ്പാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എല്ലാവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇനി അല്പം മഞ്ഞൾപ്പൊടിയാണ് ചേർക്കേണ്ടത്. കളറിന് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, എന്നാലും പൊടിയുടെ ഒന്നും ചുവ വരരുതേ. ഇനി കഷ്ണങ്ങൾ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. കൂടുതൽ ഒഴിക്കരുത്. ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായി തേങ്ങ ചെറുതായിട്ടൊന്ന് ചിരവിയെടുത്തിട്ടുണ്ട്. ഇനി അതൊരു മിക്സി ജാറിലിട്ട് അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 2-3 ചെറിയുള്ളി ചേർത്ത് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കണം. അപ്പോഴേക്കും കോവയ്ക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ. എല്ലാം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. കോവയ്ക്ക് ആയതുകൊണ്ട് തന്നെ വെന്തുടയൊന്നുമില്ല, തോലിന് നല്ല കട്ടിയല്ലേ, എന്നാൽ ഉൾഭാഗം നന്നായി വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് അതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. മിക്സി ജാറിലേക്ക് അല്പം വെള്ളവും കൂടി ഒഴിച്ച് അതും കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് പാകത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കണം കേട്ടോ. ഇനി അല്പം പുളി വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വാളംപുളിയാണ്, കൂടുതൽ ഒഴിക്കണ്ട, പുളിയുടെ കുത്ത് വരണ്ട കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഒഴിക്കാം. ഇനി അല്പം കറിവേപ്പിലയും കൂടി വിതറണം. ഒന്ന് തിളച്ച് വരട്ടെ. ഇതാ കറി റെഡിയായി. ഇനി അതൊന്ന് ഓഫ് ചെയ്തിട്ട് ഇനി അതൊന്ന് താളിച്ചൊഴിക്കണം. അവരവരെ ഇഷ്ടത്തിനനുസരിച്ച് ഉലുവയോ കടുകോ ഒക്കെ ചേർത്ത് ചെറിയുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് താളിച്ച് ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ വരാം.